മോർണിംഗ് ഓൾ. എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നടത്തിയത് കോളേജിൽ നമ്മൾ പഠിപ്പിച്ചത് മോഡുലേഷനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം മൊഡ്യൂളിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് മോഡുലേഷൻ. അന്നേരം മോഡുലേഷൻ എന്താണ്, വാട്ട് ആർ ദി നീഡ്സ് ഓഫ് മോഡുലേഷൻ, പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഇത് ഇത്രയും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് കഴിഞ്ഞു. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ നടത്തി. അതിൻ്റെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു, എല്ലാം ഓർമ്മ കാണുമെന്ന് കരുതുന്നു. അന്നേരം നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനാണ് പഠിക്കേണ്ടത്. അന്നേരം ജസ്റ്റ് ഈ മോഡുലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനിലോട്ട് നിങ്ങൾ മറന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ഇത് മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോഡുലേഷൻ. മെസ്സേജ് സിഗ്നലിൻ്റെ എന്തിനനുസരിച്ചാണ്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ഫേസോ വേരി ചെയ്യുന്നതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മൾ അടുത്തത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചായിരുന്നു. അന്നേരം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാകുമ്പോൾ കരിയർ സിഗ്നലിൻ്റെ എന്തായിരിക്കും വേരി ചെയ്യുന്നത്? കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും എന്തിനനുസരിച്ച് വേരി ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുന്നത്. അന്നേരം ഈ കരിയറിനാണ് വേരിയേഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്തിനനുസരിച്ചാണ് വേരിയേഷൻ സംഭവിക്കുന്നത്? മെസ്സേജ് സിഗ്നലിനനുസരിച്ചാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. അന്നേരം ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ പറയാം. എന്താണ്? ദ ഫ്രീക്വൻസി ഓഫ് എ കരിയർ വേവ്. കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ഈസ് വേരിയഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അന്നേരം ദ ഫ്രീക്വൻസി ഓഫ് എ കരിയർ വേവ് ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്കിനി ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. അന്നേരം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി മോഡുലേഷനകത്ത് എന്തിനു മാത്രമേ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ? കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് മാത്രമേ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും എന്ത് സംഭവിക്കുന്നില്ല? വേരിയേഷനൊന്നും സംഭവിക്കുന്നില്ല. അന്നേരം നമുക്ക് ഇതിനകത്ത് അങ്ങനെ കിട്ടുന്ന ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിനുള്ള ഇക്വേഷൻ പഠിക്കണം. അത് നിങ്ങൾ കാണാതെ പഠിക്കുക. നമുക്ക് ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം നമുക്ക് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ആയതുകൊണ്ട് നമുക്ക് എഫ് എം എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ആണ്. എഫ് എം എന്ന് പറയുന്നത് എഫ് എം ഈസ് ഈക്വൽ ടു EC സൈൻ ഓഫ് ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT. ഇതാണ് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഈ മോഡുലേഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിനുള്ള ഇക്വേഷൻ. ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിനുള്ള ഇക്വേഷൻ EFM ഈസ് ഈക്വൽ ടു EC സൈൻ ഓഫ് ഒമേഗ CT പ്ലസ് MF സൈൻ ഒമേഗ MT എന്നാണ്. അന്നേരം ഇതിനകത്ത് EFM എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ. എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ. FM സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡാണ് EFM എന്ന് പറയുന്നത്. ഒമേഗ C നിങ്ങൾക്കറിയാം. ഒമേഗ C എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസി. EC എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ. അന്നേരം നിങ്ങൾ ചോദിക്കും EC എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കരിയർ സിഗ്നൽ അല്ലേ എന്ന് ചോദിക്കും. രണ്ടും ഒന്നാണ്. കാരണം എന്താണ്? ഇവിടെ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഇല്ല, ഫേസിന് വേരിയേഷൻ ഇല്ല. എന്തിന് മാത്രമേ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ? ഇതിൻ്റെ ഫ്രീക്വൻസിക്ക് മാത്രമേ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ. അന്നേരം EC എന്ന് പറയുന്നത് കരിയറിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി ഒമേഗ M എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. എന്താണ്? മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. MF എന്ന് പറയുന്നതാണ് ഇവിടുത്തെ FMൻ്റെ കേസിലുള്ള മോഡുലേഷൻ ഇൻഡെക്സ്.
അന്നേരം നമുക്ക് മോഡുലേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സിഗ്നലിനുള്ള ഇക്വേഷനാണ് EFM = EC sin of omega CT plus MF sin omega MT എന്ന് പറയുന്നത്. ഇതിനകത്ത് EFM എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ, ഒമേഗ C എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസി, EC എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM സിഗ്നൽ, അതേപോലെ ഒമേഗ M എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, MF എന്ന് പറയുന്നത് എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ്. ഇനി നമുക്ക് മോഡുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ നേരത്തെ EMൻ്റെ കേസിൽ വരച്ചതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വരയ്ക്കാൻ പോകുന്നു. ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, കരിയർ സിഗ്നലിന് നമുക്ക് EC എന്ന് കൊടുക്കാം. കരിയർ സിഗ്നൽ വരച്ചു. എല്ലാം ഒരേ ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ ഞാൻ വരച്ചപ്പോഴത്തേക്ക് കുറച്ച് ആംപ്ലിറ്റ്യൂഡും അതേപോലെ ഫ്രീക്വൻസിയും എന്തായിട്ട് വരണം, സെയിം ആയിട്ട് വരണം. അന്നേരം ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം വരച്ചതാണ് കരിയർ വേവ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഇൻപുട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ കരിയർ സിഗ്നലും കാണും, മെസ്സേജ് സിഗ്നലും കാണും. അത് രണ്ടും നിങ്ങൾ ഒരേപോലെ വരച്ചാൽ മതി. ഇനി അടുത്തത് നമുക്ക് എന്താണ്, നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ അയക്കാൻ പോകുന്ന മെസ്സേജ്, ഇതെൻ്റെ എന്താണ്, മെസ്സേജ് സിഗ്നലിനെ എങ്ങനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നു, EM സ്മാൾ EM വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു മെസ്സേജ് സിഗ്നൽ. അന്നേരം ഇനി അടുത്തതാണ് നമുക്ക് ഈ മോഡുലേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സിഗ്നൽ, മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് വെച്ചാൽ ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി എന്തിനനുസരിച്ച് വേരി ചെയ്യണം, ഈ കൊടുക്കുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ എന്ത് വേരി ചെയ്യണം, ഫ്രീക്വൻസി വേരി ചെയ്യണം. അന്നേരം നോക്കിയേ, ഇവിടെ ആംപ്ലിറ്റ്യൂഡൊക്കെ ഈ മെസ്സേജിൻ്റെ കുറവാണ് അല്ലേ, ഇവിടെ കുറവാണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്തോറും കൂടി വരുന്നു. ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നു. അന്നേരം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നിടത്തായിരിക്കും നമ്മൾ ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി എന്തായിട്ട് എടുക്കേണ്ടത്, മാക്സിമം ആയിട്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ എത്തുമ്പോഴത്തേക്കും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു, ഇവിടെ എത്തുമ്പോഴത്തേക്കും ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവിലോട്ട് പോകുന്നു, ഇവിടെ എത്തുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും മിനിമം ആകും. അന്നേരം ഇവിടെ നിങ്ങൾ ഈ മോഡുലേറ്റഡ് സിഗ്നൽ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വരയ്ക്കുമ്പം ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി ഈ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേണം വരയ്ക്കാൻ. നേരത്തെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരച്ചു, മെസ്സേജ് സിഗ്നലിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരച്ചു. ഇവിടെ നമ്മൾ കരിയറിൻ്റെ ഫ്രീക്വൻസി ഇതാ നോക്കി ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പം ആദ്യത്തെ തന്നെ എല്ലാം ഒരേ ആംപ്ലിറ്റ്യൂഡിൽ വേണം നമ്മൾ വരച്ചു പോകാൻ. ആദ്യത്തെ തന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇതാ ഇവിടെ ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത്. അത് ഇവിടെ ഫ്രീക്വൻസി കുറച്ച് വരച്ചു, പിന്നെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂട്ടി വരച്ചു. കണ്ടോ, ഫ്രീക്വൻസി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് വരയ്ക്കണം. ഇവിടെ ആയപ്പം കുറച്ചുകൂടെ കൂടി, ഇവിടെ ആയപ്പം കുറച്ചുകൂടെ കൂടി. കണ്ടോ ഇവിടെ ആയപ്പം മാക്സിമം ഫ്രീക്വൻസി. എന്നിട്ട് പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് കുറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രീക്വൻസി, കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മിനിമം ആക്കി വരയ്ക്കണം. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു പോകുന്നതായിട്ട് കാണിക്കണം. കണ്ടോ, കുറഞ്ഞു പോകുന്നതായിട്ട് കാണിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കണ്ടോ, ഇവിടെ ഇച്ചിരിയും കൂടെ വൈഡായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടെ ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായിട്ടാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ മിനിമമായിട്ട് കാണിച്ചു. പിന്നെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് എല്ലായിടത്തും എന്തായിട്ട് വരണം, സെയിം ആയിട്ട് വരണം. ഇവിടെ കണ്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കരിയർ വരയ്ക്കുമ്പം ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി വരയ്ക്കുന്നത് ഈ മാക്സിമം വരുന്നിടത്ത് സിഗ്നൽ അടുപ്പിച്ച് വരയ്ക്കുക. ഈ കരിയർ സിഗ്നലിനെ അടുപ്പിച്ച് വരയ്ക്കുക എന്ന് വെച്ചാൽ അടുപ്പിച്ച് വരയ്ക്കുക. അന്നേരം ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇവിടെ മിനിമം വരുന്ന സമയത്ത് കരിയർ സിഗ്നൽ അകത്തി വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറച്ച് വരയ്ക്കുക, ഫ്രീക്വൻസി കുറവായിരിക്കും. അന്നേരം നോക്കുക, ശ്രദ്ധിക്കുക, ഇത് നമുക്ക് EFM എന്ന് വിളിക്കാം. അന്നേരം കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്തിനനുസരിച്ച് വേരി ചെയ്യുന്നു, മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, കരിയറിൻ്റെ ഫ്രീക്വൻസി വരയ്ക്കുമ്പം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്നിടത്ത് സിഗ്നൽ അടുപ്പിച്ച് വരയ്ക്കുക, ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്നിടത്ത്
നിങ്ങൾ സിഗ്നൽ അകത്ത് വരിക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. നോട്ട്സിനകത്ത് നിങ്ങൾക്ക് ഫിഗർ കുറച്ചുകൂടെ ക്ലാരിറ്റി വരയ്ക്കാം. അന്നേരം ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. മനസ്സിലായല്ലോ? നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ വേവും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അന്നേരം ഇതിനകത്ത് നമ്മൾ AME പഠിച്ച പോലെ MF എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു. അന്നേരം മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ MF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ്റെയും അതേപോലെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെയും കൂടെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ടു എന്താണ്? മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം ∆F ഡിവൈഡഡ് ബൈ FM എന്ന് എഴുതാം. ഓക്കെ. അന്നേരം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ റേഷ്യോ ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് മോഡുലേഷൻ ഇൻഡെക്സ്. അതേപോലെ ഈ FM-ൻ്റെ കേസിലുള്ള ബാൻഡ് വിഡ്ത്തിനൊരു ഇക്വേഷൻ ഉണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 × ∆F പ്ലസ് FM. 2 × ∆F പ്ലസ് FM ആണ് ഏതാ? ഇതിൻ്റെ FM ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കേസിലുള്ള ബാൻഡ് വിഡ്ത്തിനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് FM റിസീവറിൻ്റെ സൂപ്പർ ഹെറ്ററോഡൈൻ സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ AM-ൻ്റെ കേസിൽ AM റിസീവറിൻ്റെ സൂപ്പർ ഹെറ്ററോഡൈൻ സ്ട്രക്ചർ പഠിച്ചു. അതേപോലെ നമുക്കിനി അടുത്തത് FM-ൻ്റെ കേസിൽ FM റിസീവറിൻ്റെ കേസിലുള്ള സൂപ്പർ ഹെറ്ററോഡൈൻ സ്ട്രക്ചർ പഠിക്കാം. അന്നേരം ആദ്യം എന്തായിരിക്കും? നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? ആൻറ്റിന വരയ്ക്കാം. ഇത് ബ്ലോക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആൻറ്റിന, പിന്നെ എന്ത് കാണും? ഒരു റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ കാണും, RFA. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റിടത്ത് പഠിച്ച അതേ സെയിം തന്നെയാണ്. പിന്നെ എന്താണ്? ഒരു മിക്സർ കഴിഞ്ഞ് മിക്സറിൻ്റെ താഴെ എന്തായിരിക്കും? ഒരു ലോക്കൽ ഓസിലേറ്റർ. പിന്നെ എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ, ഇൻ്റർമീഡിയറ്റ് IFA അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. പിന്നെ ഇവിടെയാണ് കുറച്ച് വേരിയേഷൻ വരുന്നത്. ഇവിടെ ഒരു ലിമിറ്റർ വരും, പിന്നെ ഒരു ഡിസ്ക്രിമിനേറ്റർ, ലിമിറ്റർ, ഡിസ്ക്രിമിനേറ്റർ. ഇങ്ങോട്ടാണ് ഇത്രയും നേരത്തെ പഠിച്ച സെയിം തന്നെയാണ്. ഇവിടെ വരുമ്പോഴാണ് കുറച്ച് വേരിയേഷൻ നമുക്ക് വരുന്നത്. പിന്നെ ഒരു ഡീഎംഫസിസ് സർക്യൂട്ട്. പിന്നെ നമ്മൾ മറ്റിടത്തെ പോലെ തന്നെ എന്താണ്? ലാസ്റ്റ് സ്റ്റേജ് ആവുന്നു. അന്നേരം ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ. ലാസ്റ്റ് എന്താ? നമുക്ക് FM കേൾക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ലൗഡ് സ്പീക്കർ വരയ്ക്കാം. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ FM റിസീവർ. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോ ഇടാൻ മറക്കല്ല കേട്ടോ. ആരോയാണ് ഇമ്പോർട്ടൻ്റ്. ആരോ ഇടണം. നിങ്ങളെല്ലാവരും ആരോ ഇതേ രീതിയിൽ ഇട്ട് പോവുക. ഇതാണ് ഒരു FM റിസീവറിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ കേസിലുള്ള ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണ്. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ സെലക്ട് ട്യൂൺഡ് ഫ്രീക്വൻസി. എന്താ? ട്യൂൺഡ് ഫ്രീക്വൻസിയെ സെലക്ട് ചെയ്യാനും ആൻഡ് റിജക്റ്റ് അതർ ഫ്രീക്വൻസീസ്, ബാക്കിയുള്ള ഫ്രീക്വൻസീസിനെ എല്ലാം റിജക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇറ്റ് ഓൾസോ ആംപ്ലിഫൈസ് ദ ഇൻകമിങ് വീക്ക് സിഗ്നൽ.
വരുന്ന ഇൻകമിങ് വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. അതേപോലെ ആൻഡ് പ്രൊവൈഡ്സ് എ മാച്ചിങ് മീഡിയ ടു മാച്ച് ബിറ്റ്വീൻ ആൻറ്റിന ആൻഡ് റിസീവർ സ്റ്റേജ്. ആൻറ്റിനയും റിസീവർ സ്റ്റേജിനെയും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ചിങ് മീഡിയ ആയിട്ട് ഏത് വർക്ക് ചെയ്യും? RFA, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ വർക്ക് ചെയ്യും. അന്നേരം നമുക്കറിയാം, നമുക്ക് ഈ അന്തരീക്ഷത്തിൽ കൂടെ വരുന്നത് ഒരു FM എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, FM പല രീതിയിലുള്ള FM സിഗ്നലുണ്ട്. 93.5, 94.3 അങ്ങനെ നിങ്ങൾക്കറിയാവുന്നതാണ് പല രീതിയിലുള്ള. അന്നേരം നമുക്ക് വേണ്ടുന്നത്, നിങ്ങൾക്ക് 93.5 വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ പോരെ. അല്ലാതെ ഈ വേണ്ടി വരുന്ന എല്ലാ സിഗ്നലിനെയും കൂടെ ആംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? ഇല്ലല്ലോ. അന്നേരം ആ ഒരു പർപ്പസാണ് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ചെയ്യുന്നത്. ട്യൂൺഡ് ഫ്രീക്വൻസി നമ്മൾ ഏതിലാണ് 93.5 ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ട്യൂൺ ചെയ്ത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്ന പർപ്പസാണ് ഏത് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ചെയ്യുന്നത്. ആ സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യും എന്ന് വെച്ചാൽ ആ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യുകയും അതിനെ മാത്രം ബാക്കി എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുകയും അതിനെ ആംപ്ലിഫൈ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് വിടുന്ന പ്രോസസ്സാണ് ഏത് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത മിക്സറാണ്. അടുത്ത മിക്സറിൻ്റെത് നമ്മൾ നേരത്തെ പഠിച്ചു. മിക്സർ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെട്രോഡൈനിങ് സ്റ്റേജാണ് മിക്സർ സ്റ്റേജ് എന്ന് പറയുന്നത്. അന്നേരം മിക്സർ സ്റ്റേജ് എന്ന് പറയുന്ന ഹെട്രോഡൈനിങ് സ്റ്റേജാണ്. ഈ റിസീവ്ഡ് RF സിഗ്നലിനെ ലോക്കൽ ഓസിലേറ്റർ ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. അത് തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ മിക്സർ യൂസ് ചെയ്യുന്നത്. അന്നേരം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, RF സ്റ്റേജും അതേപോലെ മിക്സറും ലോക്കൽ ഓസിലേറ്ററും ഇത്രയും ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സൈമൾട്ടേനിയസ് ആയിട്ട് ഈ സിഗ്നലിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും ഈ RF സ്റ്റേജും മിക്സറും ലോക്കൽ ഓസിലേറ്ററും. നമ്മൾ ഈ AM റിസീവറിനകത്ത് പഠിച്ച സെയിം കാര്യങ്ങളാണ് ഇത്രയും ഇടത്ത് നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ RF സിഗ്നലിൻ്റെയും അതേപോലെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെയും കൂടി ഡിഫറൻസ് ആണ്. നമ്മൾ അവിടെ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ RFയിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെയും ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിയുടെയും കൂടെയും ഡിഫറൻസ് ആയിരിക്കും ഏതിൻ്റെ ഔട്ട്പുട്ട്? മിക്സറിൻ്റെ ഔട്ട്പുട്ട്. അങ്ങനെ കിട്ടുന്ന ആ സിഗ്നലിനെ, ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന് പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ IF സിഗ്നൽ. അന്നേരം ഇവിടെ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? IF സിഗ്നൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ് അവിടെ കിട്ടുന്നത്. ആ ഫ്രീക്വൻസി സിഗ്നൽ അതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. AM-നും FM-നും എല്ലാം ഏതാണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഏതാണ്ട് 10.7 മെഗാ ഹെർട്സ് ഒക്കെ ആയിരിക്കും ഈ IF സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ IF സിഗ്നലിനെ പിന്നെ നമ്മൾ ഏതിലോട്ട് വിടും? ഒരു IF ആംപ്ലിഫയറിലോട്ട് വിടും. IF ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണ്. എന്നിട്ട് നമ്മൾ ഈ IF സിഗ്നൽ, ഈ IF ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ നമ്മൾ പിന്നെ ഒരു ഡിറ്റക്ടർ സർക്യൂട്ടിലോട്ട് വിടുകയാണ്. ഇത് ഇത്രയും കൂടി ചേർന്നിട്ടാണ് ആ ഡിറ്റക്ടർ സർക്യൂട്ട്. ഏതൊക്കെയാണ്? ലിമിറ്റർ, ഡിസ്ക്രിമിനേറ്റർ, അതേപോലെ ഡീഎംഫസിസ് സർക്യൂട്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഡിറ്റക്ടർ സർക്യൂട്ട്. ഈ ഡിറ്റക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ മോഡുലേറ്റിംഗ് ഇൻഫർമേഷൻ ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് റിക്കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്താണ് അത് എന്ത് ചെയ്യുന്നു? ഡിറ്റക്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിനെ മാത്രം നമ്മൾ എടുക്കുന്നു, ബാക്കിയുള്ളതിനെല്ലാം കളയുന്നു. അതാണ് ഇവിടെ ആ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അന്നേരം അതേപോലെ ഈ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഓഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് പിന്നെ എന്താ? നമ്മൾ ലിമിറ്റർ, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എങ്ങോട്ട് വിടുന്നത്? പവർ ആംപ്ലിഫയറിലോട്ട് വിടുന്നത്. ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത് അതിനകത്തുള്ള സിഗ്നൽസിനെ എല്ലാം വേർതിരിക്കാനും ഒക്കെ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിമിനേറ്ററും ഡീഎംഫസിസ് സർക്യൂട്ടും എല്ലാം യൂസ് ചെയ്യുന്നത്. അത് എന്നിട്ട് നമുക്ക് എന്താണ്? ഓഡിയോ ആംപ്ലിഫയർ കിട്ടുന്ന, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കിട്ടുന്ന നമ്മളെ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ FM സിഗ്നലിനെ നമ്മൾ എന്താണ്? ഓഡിയോ ആംപ്ലിഫൈ ചെയ്ത് എന്നിട്ട് അത് പവർ ആംപ്ലിഫൈ ചെയ്ത്, FM എന്ന് വെച്ചാൽ അതിനകത്തുള്ള FM സിഗ്നലിലുള്ള ആ മെസ്സേജിനെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്ത് പവർ ആംപ്ലിഫൈ ചെയ്ത് നമുക്കിവിടെ തരുന്നു, ലൗഡ് സ്പീക്കറിൽ തരുന്നു. അന്നേരം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. അന്നേരം ഒന്നുകൂടെ നോക്കാം. RF ആംപ്ലിഫയർ, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ എന്ന് പറയുന്നത് ട്യൂണിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടുന്ന സിഗ്നൽ ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത്, ആൻറ്റിനയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന സിഗ്നൽ ഫ്രീക്വൻസി ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. മിക്സർ എന്ന് പറയുന്നത് ലോക്കൽ ഓസിലേറ്റർ. നമ്മൾ ഇത്രയും എന്ന് പറയുന്നത് ഒരു
ഇൻ്റർകണക്റ്റഡ് ആണ്, ഹെട്രോഡൈനിങ് ടൈപ്പാണ്. അന്നേരം നമ്മൾ മിക്സർ എന്ന് പറയുന്നത് ഈ വരുന്ന റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെയും ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെയും കൂടെ ഡിഫറൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ തരാൻ വേണ്ടിയിട്ടാണ് മിക്സർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും? ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലായിരിക്കും. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ IF ആംപ്ലിഫയറിലോട്ട് വിടുന്നു. ബാക്കിയുള്ളത് ഇത്രയും ഡിറ്റക്ടർ സർക്യൂട്ടാണ്. ഡിറ്റക്ടർ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഈ IF ആംപ്ലിഫയർഡ് സിഗ്നലിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന FM സിഗ്നലിനെ വെറുതെ, FM അല്ല, നമ്മുടെ മെസ്സേജ് സിഗ്നൽ, FM ആണല്ലോ, മൊത്തം FM സിസ്റ്റമാണ്. അതിനകത്തുനിന്ന് നമുക്ക് മെസ്സേജ് സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് ലിമിറ്റർ, അതേപോലെ ഡിസ്ക്രിമിനേറ്റർ, ഡീഎംഫസിസ് സർക്യൂട്ട്. ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഇൻഫർമേഷനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലൗഡ് സ്പീക്കറിൽ തരുന്നു. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് FM റിസീവർ, അല്ലെങ്കിൽ സൂപ്പർ ഹെട്രോഡൈൻ സ്ട്രക്ചർ ഓഫ് FM റിസീവർ. ഓക്കെ, നമുക്ക് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റേഡിയോ റിസീവർ, ഒരു റേഡിയോ റിസീവറിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് സെലക്ടിവിറ്റി. സെലക്ടിവിറ്റി എന്ന് വെച്ചാൽ അറിയാം, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലബ് FM ആണ് വേണ്ടുന്നതെങ്കിൽ ആ ക്ലബ് FM സെലക്ട് ചെയ്യാൻ പറ്റണം. അതാണ് സെലക്ടിവിറ്റി. ഡിസൈഡ് സിഗ്നൽ, നമുക്ക് വേണ്ടുന്ന സിഗ്നലിനെ സെലക്ട് ചെയ്യാനും റിജക്റ്റ് അൺവാണ്ടഡ് സിഗ്നൽ, വേണ്ടാത്തതിനെല്ലാം റിജക്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഒരു റിസീവറിൻ്റെ, റേഡിയോ റിസീവറിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെലക്ടിവിറ്റി എന്ന്. സെലക്ടിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ റേഡിയോ റിസീവർ ടു സെലക്ട് ഡിസൈഡ് സിഗ്നൽ ആൻഡ് റിജക്റ്റ് അൺവാണ്ടഡ് സിഗ്നൽ. അതിനെയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള സിഗ്നൽസിനെ വരെ സെൻസ് ചെയ്യാനുള്ള ഒരു റേഡിയോ റിസീവറിൻ്റെ എബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ടു റെസ്പോണ്ട് ടു വീക്ക് സിഗ്നൽസ്. അന്നേരം ഒരു റേഡിയോ റിസീവറിന് വീക്ക് സിഗ്നലിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി എന്ന്. അടുത്ത പെർഫോമൻസ് പാരാമീറ്ററാണ് ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഫെയ്ത്ത്ഫുള്ളി ഓൾ ഓഡിയോ ഫ്രീക്വൻസീസ്. നമ്മൾ ഇത് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ പ്രോപ്പറായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റേഡിയോ റിസീവറിൻ്റെ എബിലിറ്റിയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഇന്നലെ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, നമുക്ക് ഒറിജിനൽ സിഗ്നൽ തിരിച്ച് കിട്ടാനുള്ള ആ ഒരു കഴിവിനെയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് AM-ൻ്റെയും FM-ൻ്റെയും കൂടെ കമ്പാരിസൺ നോക്കാം. AM-ഉം FM-ഉം തമ്മിലുള്ള കമ്പാരിസണാണ്. അന്നേരം നമുക്ക് ആദ്യം അതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനേഷൻ പറയാം. അതൊരു കമ്പാരിസണാണ്. ഡെഫിനേഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് AM എന്ന് പറയുന്നത്. കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ എന്ന് വെച്ചാൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ AM. ഇനി കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന്. അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ ആകുമ്പോൾ ഇത് മാത്രം ഫ്രീക്വൻസി ആക്കിയാൽ മതി. ഫ്രീക്വൻസി ഓഫ് കരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി നമ്മൾ AM-ൻ്റെ കേസിലും FM-ൻ്റെ കേസിലും മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞായിരുന്നു. അന്നേരം ഇതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സിന് വ്യത്യാസമുണ്ട്. AM-ൻ്റെ കേസിലുള്ള മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ. ഇനി FM-ൻ്റെ കേസിലാകുമ്പോഴത്തേക്കും മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അന്നേരം AM-ൻ്റെ കേസിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് AM-ൻ്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. FM-ൻ്റെ കേസിൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് ട്രാൻസ്മിറ്റഡ് പവർ നോക്കാം. ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് AM-ൻ്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ട്രാൻസ്മിറ്റഡ് പവർ ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ മോഡുലേഷൻ ഇൻഡെക്സ്. ഇനി അതേസമയം FM-ൻ്റെ കേസിലുള്ള ട്രാൻസ്മിറ്റഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്, മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം പവർ അത്രയും മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധം വരത്തില്ല. കാരണം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് FM-ൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ് FM-ൻ്റെ കേസിലുള്ള ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇനി ഡീമോഡുലേറ്റിംഗ് സർക്യൂട്ട്, AM-ൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് ഈസിയാണ്, സർക്യൂട്ടൊക്കെ ഈസിയാണ്. അതേസമയം FM-ൻ്റെ കേസിലുള്ള ഡീമോഡുലേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ AM-ൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 times FM എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൈസ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ട്വൈസ് ദ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അതേപോലെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്, മോഡുലേഷൻ ഇൻഡെക്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്.
ഏതിൻ്റെ കേസിൽ? AM-ൻ്റെ കേസിലുള്ള ബാൻഡ് വിഡ്ത്ത്. അതേസമയം FM-ൻ്റെ കേസിലുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സിന് പ്രൊപ്പോർഷണലാണ് FM-ൻ്റെ കേസിലുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി AM-ൻ്റെ ഏരിയ, AM കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതേപോലെ FM-ൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. AM എന്ന് പറയുന്നത് കൂടുതൽ ഏരിയ കവർ ചെയ്യും, FM എന്ന് പറയുന്നത് കുറച്ച് ഏരിയ. അന്നേരം ഇത് ഇത്രയുമാണ് AM-ഉം FM-ഉം തമ്മിലുള്ള കമ്പാരിസൺ. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എന്തിനനുസരിച്ച്? മെസ്സേജ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഇവിടെ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് മെസ്സേജിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഇനി മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് AM-ൻ്റെ കേസിൽ എന്താണ്? 0-ക്കും 1-നും ഇടയിലാണ്. FM-ൻ്റെ കേസിൽ > 1 ആയിരിക്കും. ഇനി അടുത്ത ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡ് അപ്പോൺ മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സിന് ഡിപ്പെൻഡ് ആയിരിക്കും AM-ൻ്റെ കേസിൽ. മറ്റേ FM-ൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. കൂടാതെ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ആയിരിക്കും. ഇനി ഡീമോഡുലേഷൻ AM-ൻ്റെ കേസിൽ എളുപ്പമായിരിക്കും, മറ്റേ FM-ൻ്റെ കേസിൽ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times FM ആയിരിക്കും. AM-ൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മോഡുലേഷൻ ഇൻഡെക്സ് ആയിരിക്കും. ഇനി ഏരിയ ഓഫ് റിസപ്ഷൻ എന്ന് പറയുന്നത് AM-ൻ്റെ കേസിൽ കൂടുതൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഏരിയ ഓഫ് റിസപ്ഷൻ ഈസ് ഗ്രേറ്റർ. അതേസമയം FM-ൻ്റെ കേസിൽ ഏരിയ ഓഫ് റിസപ്ഷൻ ഈസ് സ്മാളർ. ഇനി അടുത്തത് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. FM-ൻ്റെ അഡ്വാൻറ്റേജസ്. FM എന്ന് പറയുന്നത് എഫിഷ്യൻസി കൂടുതലായിരിക്കും. FM-ന് എഫിഷ്യൻസി കൂടുതലായിരിക്കും. നോയ്സ് കുറവായിരിക്കും, ലെസ് നോയ്സ് ആയിരിക്കും. അതേപോലെ ചാനൽ ഇൻ്റർഫറൻസ് എന്ന് വെച്ചാൽ ഒരു FM-ൽ കൂടെ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, വേറൊരു FM-ൽ കൂടെ അടുത്ത സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അന്നേരം അവിടെ ഉണ്ടാവാനുള്ള ആ രണ്ടിൻ്റെയും കൂടെ ചാനൽ ഇൻ്റർഫറൻസ് എന്ന് വെച്ചാൽ വേറൊരു സിഗ്നലും കൂടെ അതിൻ്റെ കൂടെ കയറി വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ലെസ് പോസിബിലിറ്റി ഓഫ് അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ്. ഇനി FM-ൻ്റെ കേസിൽ ഓൾ ട്രാൻസ്മിറ്റഡ് പവർ ഈസ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റഡ് പവർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു? കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ട്രാൻസ്മിറ്റഡ് പവറും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് AM. AM-നെ കാട്ടി കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഏതിന് വേണം? FM-ന് വേണം. മെഗാഹെർട്സ് റേഞ്ചിലാണ് FM-ൻ്റെ കേസ്. അതേപോലെ FM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് എക്യുപ്മെൻറ്റ് ഈസ് കോംപ്ലക്സ്. അത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ കമ്പാരിസണിൽ പറഞ്ഞായിരുന്നു. FM-ൻ്റെ റിസീവർ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. നമ്മളിവിടെ ലോക്കൽ ഓസിലേറ്ററും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഹെറ്ററോഡൈൻ സ്ട്രക്ചർ AM-നും FM-നും ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്നേരം AM-ൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 455 kHz ആണ്. അതേസമയം FM-ൻ്റെ കേസിലുണ്ടാകുന്ന ആ ഒരു സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10.7 MHz ആയിരിക്കും ആ ഒരു സിഗ്നൽ ഫ്രീക്വൻസി. അന്നേരം ഇത് ഇത്രയുമാണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അന്നേരം ആദ്യം നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്? കരിയർ സിഗ്നൽ, മെസ്സേജ് സിഗ്നൽ, ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. ആ ആംപ്ലിറ്റ്യൂഡ് കൂടിയിടത്ത് സിഗ്നൽ അടുപ്പിച്ച് വരയ്ക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞിടത്ത് സിഗ്നലിൻ്റെ അകലം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കുറവായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടിയിടത്ത് സിഗ്നൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. എന്നിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് പഠിച്ചു. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഇനി അടുത്ത ബാൻഡ് വിഡ്ത്തിനുള്ള ഇക്വേഷൻ പഠിച്ചു. ബാൻഡ് വിഡ്ത്തിനുള്ള ഇക്വേഷനാണ് 2 × Δf + FM. ഇനി അടുത്ത ബ്ലോക്ക് ഡയഗ്രാം ഓഫ് FM റിസീവർ പഠിച്ചു. അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചു. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് സെലക്ടിവിറ്റി. അറിയാലോ, സെലക്ടിവിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ ട്യൂണബിലിറ്റിയാണ്. സെൻസിറ്റിവിറ്റി, ഫിഡിലിറ്റി, ഇത് മൂന്നുമാണ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്നിട്ട് നമ്മൾ കമ്പാരിസൺ പഠിച്ചു. AM-ഉം FM-ഉം തമ്മിലുള്ള കമ്പാരിസൺ പഠിച്ചു. അടുത്തത് നമ്മൾ അഡ്വാൻറ്റേജസ്, FM-ൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു. അടുത്ത ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് AM-ഉം FM-ഉം രണ്ടിൻ്റെയും വാല്യൂസും നമ്മൾ പഠിച്ചു. ഇത്രയുമാണ് റേഡിയോ കമ്മ്യൂണിക്കേഷനിലുള്ള മോഡുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള പോർഷൻസ് എന്ന് വെച്ചാൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ. ഇത്രയായപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.